ലോ AMH വരുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ച് ലോ AMH നമുക്ക് കൂട്ടാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ലോ AMHനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനോ കുറയ്ക്കാനോ അങ്ങനെ നമുക്ക് ആക്ച്വലി പറ്റൂല. ബട്ട് ഉള്ള എഗ്സിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല്, പിന്നെ നല്ലപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ആൻറ്റി ഓക്സിഡൻറ്റ് ടാബ്ലറ്റ്സ് ഉണ്ട്, കോഎൻസൈം Q അങ്ങനെയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിക്കുമ്പോഴത്തേക്കും എഗ്ഗിൻ്റെ ക്വാളിറ്റി നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നാച്ചുറൽ പ്രഗ്നൻസി തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. ലോ AMH എന്ന് വെച്ചിട്ട് മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് നമുക്കിപ്പോൾ തന്നെ IVF ചെയ്യണം, എഗ് ഫ്രീസ് ചെയ്യണം അങ്ങനെ വെച്ചിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. യങ്കർ ജനറേഷനാണ് ഞാൻ സംസാരിക്കുന്നത്. AMH കുറവാണ്, ബട്ട് ഒരു 40s ഉണ്ട് ആണെങ്കിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് യങ്കർ ജനറേഷൻസ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ലോ AMH വരുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രെയിറ്റ് IVF-ലോട്ട് പോകേണ്ട, നമുക്ക് മറ്റ് ഫാക്ടേഴ്സ് എല്ലാം നോർമലാണ് ആണെങ്കിൽ നമുക്ക് നോർമൽ ട്രീറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് കൺസീവ് ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. നമ്മൾ IVF-ലോട്ട് സ്ട്രെയിറ്റ് അവേ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുറച്ചും കൂടി എല്ലാ ട്രീറ്റ്മെൻറ്റ്സും നോക്കിയിട്ട് നമുക്ക് എപ്പോഴാണ് ഈ IVF വേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്ത് നമ്മൾ പറയും. അന്നേരം മാത്രം നമുക്ക് IVF-ലോട്ട് പോയാൽ മതി. സോ ദർ ആർ സോ മെനി ഓപ്ഷൻസ് ഫോർ ലോ AMH. ലോ AMH വന്നു എന്ന് വെച്ചിട്ട് ഡോണ്ട് ഗെറ്റ് വറീഡ് ടു മച്ച്.